Hello or welcome to the Discuss Point. House of the Dragon സീസൺ 3 ഫിനാലെ എപ്പിസോഡ് ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. എപ്പിസോഡിന് അവർ പേര് കൊടുത്തേക്കുന്നത് ട്രീസണറ്റ് ടെമ്പിൾട്ടൺ എന്നാണ്. ആൻഡ് ഈ എപ്പിസോഡിൽ ത്രൂ ഔട്ട് നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ബിട്രയൽ കാണുന്നുണ്ട്. വുൾഫ് വൈറ്റ് റെനേറയും ഓർമുണ്ട് ഹൈറ്റവറിനെ ബിട്രേ ചെയ്യുന്നുണ്ട്. ഗെയിൻ ഹൈറ്റവറും ഡെയറിനും ഓർമുണ്ടിന്റെ പ്ലാൻസിനെ ബിട്രേ ചെയ്തിട്ട് കോളിസ് വല്ലാരിനെ വെറുതെ വിടുന്നുണ്ട്. അതുകൂടാതെ ഹ്യൂമറിന് ഡ്രാഗൺ പിറ്റിലെ ഡ്യൂട്ടി ആയിരുന്നു റെനീറ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കേൾക്കാതെ ഹ്യൂമർ ടെമ്പിൾട്ടണിലെ ബാറ്റിലേക്ക് വരുന്നതായിട്ട് ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ബിട്രയൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ എപ്പിസോഡിന് അവര് ട്രീസണറ്റ് ടെമ്പിൾട്ടൺ എന്ന് കൊടുത്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇത് എപ്പിസോഡ് 8 എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാവും. ആരെങ്കിലും എപ്പിസോഡ് കാണാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ കാണുക. ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 3 ഏറ്റവും എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് എനിക്ക് തോന്നിയ എപ്പിസോഡാണ് എപ്പിസോഡ് 8. അതിന് കാരണം നമ്മൾ കുറെ കാലമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടൺ ആണ് എപ്പിസോഡ് 8ന്റെ മെയിൻ പ്ലോട്ട്. ആൻഡ് എപ്പിസോഡ് 8ന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പിസോഡ് 7ന്റെ അകത്ത് ഏഗോണിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള സൺഫയർ ഹൈബർനേഷനിൽ എഴുന്നേറ്റ് വരുന്നതും ഏഗോണിനെ കൊല്ലാൻ വന്ന മൂട്ടൻ ആർമീനെ മൊത്തം സൺഫയർ കൊല്ലുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ സൺഫയറും ഏഗോണും തിരിച്ചു വന്നുള്ള ന്യൂസ് റെലം മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ട്. ആൻഡ് എപ്പിസോഡ് 8ന്റെ ഓപ്പണിംഗ് സീനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഏഗോണിന്റെ തിരിച്ചു വരവ് റെനീറയെ അറിയിക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന ഗ്രാൻഡ് മേസ്റ്റർ ആണ്. ആൻഡ് ഗ്രാൻഡ് മേസ്റ്റർ ഈ ഇൻഫർമേഷൻ അറിയിച്ചിട്ടാണെന്ന് തോന്നുന്നു റെനീറ പാനിക് ആയിട്ട് ഡേമണ്ട് റൂമിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഡേമൺ ഈ നേരത്ത് ടെമ്പിൾട്ടണിലേക്ക് ബാറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആർമർ ധരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആൻഡ് എപ്പിസോഡ് 7ന്റെ അകത്ത് നമ്മൾ കണ്ടതാണ് റിവർലാൻഡ് മൈൻസിന്റെ ആർമി ഓൾമോസ്റ്റ് ടെമ്പിൾട്ടണിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ഈ സീനിന്റെ അകത്ത് ഡേമണ്ടിന്റെ ആർമർ കാണിക്കുന്നുണ്ട്. നമ്മൾ 9 എപ്പിസോഡിലൊക്കെ കണ്ടിരുന്ന ഡേമണ്ടിന്റെ ആർമർ നിന്ന് ഹെൽമെറ്റിന് നല്ല ഡിഫറൻസ് ഷോർനെസ് കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപ് ഹെൽമെറ്റിന് ഡ്രാഗൺസിന്റെ വിങ്സ് പോലെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ അവർ എടുത്ത് കളഞ്ഞ് ഒന്നുകൂടെ മിനിമലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ആർമർ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പറയേണ്ട വേറെ കാര്യമാണ് ഓർമണ്ട് ഹൈറ്റവറിന്റെ ആർമർ ഇതിൽ കാണിക്കുന്നുണ്ട്. അതും വളരെ ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് ഒബ്വിയസ്ലി ഹൈറ്റവർ ഹൗസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഹൗസ് ആണ് കേരളത്തിലുള്ള. സോ അവർക്ക് അത്രയും നല്ല ആർമേഴ്സ് ഉണ്ടാവുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി എപ്പിസോഡ് 8ന്റെ ഓപ്പണിംഗ് സീനിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ റെനീറെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ത്രൂ ഔട്ട് ദി സീസണിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ റെനീറയുടെ ലെജിറ്റിമൈസേഷൻ ആണ്. ആൻഡ് ഹൈസെപ്റ്റൻ റെനീറയെ കോർണേഷൻ ചെയ്യാൻ സമ്മതിക്കാത്തത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് അതിന്റെ കൂടെ ഇപ്പൊ ഏഗോണും കൂടെ തിരിച്ചു വന്നെന്ന് പറയുമ്പോൾ ആളുകൾ ഓൾറെഡി പറയുന്നത് ഏഗോണും ഡ്രാഗണും റിസറക്ട് ചെയ്ത് വന്നു, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. സോ ഇത്രയും കാലം റെനീറയെ പൊക്കി പറഞ്ഞവര് തന്നെ വീണ്ടും ഏഗോണിന്റെ കൂടെ പോവും, റെനീറയുടെ ലെജിറ്റിമൈസേഷൻ ഇല്ലാതാവും എന്നൊക്കെയാണ് റെനീറയുടെ പേടി. ആൻഡ് റെനീറ ആകെ ഒരു പാനിക് അറ്റാക്ക് ഒക്കെ വന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ഡേമൺ എടുത്ത് നിൽക്കുന്നത്. ആൻഡ് ഡേമൺ റെനീറയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഡേമൺ പറയുന്നത് നമ്മൾ ഓൾഡ് വാലേരിയിൽ നിന്ന് വന്ന ആളുകളാണ്. സോ നമ്മുടെ ദൈവം ആണ് ഇവരുടെ ദൈവത്തിനേക്കാളും ശക്തിയുള്ളത്. സോ അവരുടെ ദൈവത്തിന്റെ പ്രോഫസി അനുസരിച്ച് റെനീറയാണല്ലോ ദ പ്രോമിസ് പ്രിൻസസ്, യു ഹാവ് ദ പവർ, യു ഓൺലി നീഡ് ടു വെൽഡ് ഇറ്റ് എന്നാണ് ഡേമൺ പറയുന്നത്. അത് ഡ്രാഗൺസിനെ കുറിച്ച് തന്നെ ആയിരിക്കും റെഫർ ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാം. ഈ സീനിൽ നമ്മൾ ശരിക്കും റെനീറയുടെ ഷിഫ്റ്റ് കാണുന്നുണ്ട്. റെനീറ കിങ്സ് ലാൻഡിംഗിലേക്ക് വന്നപ്പോൾ റെനീറയുടെ ഫസ്റ്റ് ഡിസിഷൻ ആയിരുന്നു വിസേരിയസിനെ പോലെ ഒരു പീസ്ഫുൾ ക്യൂൻ ആയിരിക്കണം എന്നുള്ളത്. ആൻഡ് ബുക്കിലേക്ക് വരുമ്പോൾ കിങ്സ് ലാൻഡിംഗിലെ സ്മോൾ ഫോക്സിന്റെ ഇടയിൽ റെനീറ അറിയപ്പെട്ടിരുന്നത് റെനീറ ദ ക്രൂവൽ എന്നാണ്. സോ ആ ഒരു ഷിഫ്റ്റ് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ എപ്പിസോഡിലെ ലാസ്റ്റ് സീനിൽ ഹെലീന മരിച്ചെന്ന് അറിയുമ്പം റെനീറയെ അത് ഒട്ടും ഷെയ്ക്ക് ചെയ്യുന്ന പോലുമില്ല. റെനീറ സ്റ്റോൺ ഹാർട്ടഡ് പേഴ്സൺ ആയി മാറുന്നത് നമുക്ക് ഈ എപ്പിസോഡിൽ കറക്റ്റ് ആയിട്ട് കാണാം. ആൻഡ് ഈ സീനിൽ തന്നെ റെനീറ ഡേമനോട് പറയുന്നുണ്ട് എല്ലാ ഹൈറ്റവർ മെന്നെയും കൊന്നു കളയണം, റെനീറയ്ക്ക് അവരെ കൊണ്ട് മടുത്തിട്ടുണ്ട് എന്നുള്ള പോലെയാണ് തോന്നുന്നത്. ആൻഡ് ഡേമണെ സംബന്ധിച്ചൊക്കെ ഡേമൺ ഇത് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളാണ്. കാരണം ഡേമൺ ഓൾറെഡി ഈ ഹൈറ്റവേഴ്സിന് ഇഷ്ടമല്ല. അത് ഓട്ടോ ഹൈറ്റവർ ആയിക്കോട്ടെ ഓർമണ്ട് ആയിക്കോട്ടെ. അതുകൂടാതെ സിറ്റി വാച്ചിലെ ഡേമന്റെ ഫ്രണ്ട്സിനെയും ഡേമന്റെ സോൾജേഴ്സിനെയും മൊത്തം ഈ ഹൈറ്റവർമെന്റ് ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് കൊന്നുകളഞ്ഞത്. സോ ഡേമൺ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും. ആൻഡ് ഈ സീനിൽ തന്നെ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. റെനീറ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിസേരിയസിനെ റെനീറ കേസ് ചെയ്യുന്നുണ്ട്. റെനീറ പറയുന്നത് വിസേരിയസ് കാരണമാണ് റെനീറയ്ക്ക് ഇപ്പം ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വിസേരിയസ് നല്ലൊരു ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ് റെനീറ ഇപ്പൊ അനുഭവിക്കുന്നത് എന്നൊക്കെയാണ് റെനീറ പറയുന്നത്. അതൊരു പരിധിവരെ ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഇത് കൂടാതെ ഏഗോൺ സൺഫയറിന്റെ മുകളിൽ കയറി എവിടേക്ക് പറന്നു പോയെന്നാണ് ന്യൂസ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് എവിടേക്കാന്ന് റെനീറയ്ക്ക് അറിയില്ല. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ സൺഫയറിന് പറന്നു പോകാനുള്ള ഒരു ആരോഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ ആ സീനില് സൺഫയറിനോട് ഈഗോൺ ഡ്രക്കാരിസ് പറയുന്നത് കണ്ടപ്പോൾ തന്നെ സങ്കടം തോന്നി. കാരണം ആ ഡ്രാഗൺ എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പൊ മാസങ്ങളായി കാണും. കാരണം മാസങ്ങളോളമായി അത് ഹൈബർനേഷനിൽ കിടക്കുന്നത്. ആൻഡ് ആ ഡ്രാഗണെ സീന് കാണുമ്പോൾ തന്നെ ആകെ ഉടഞ്ഞു തൂങ്ങി ഒരു അസ്ഥിക്കുടം പോലത്തെ ഡ്രാഗൺ ആയി മാറിയിട്ടുണ്ട്. കൂടാതെ ഇഞ്ചുറീസ്. സോ ഈഗോൺ എവിടേക്കാ പോയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഡ്രാഗൺ
പിറ്റില് ഹ്യൂ ഹാമറിനോട് ഗാർഡ് ചെയ്യാൻ വേണ്ടി റെനീറ ഡേമന്റെ അടുത്ത് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് എയ്ഗോൺ ഡ്രാഗൺ പിറ്റിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി ഡേമൺ ബാറ്റിലിന് വേണ്ടി ടെമ്പിൾട്ടണിലേക്ക് പോയിരിക്കുകയാണ്. സോ അൺപ്രൊട്ടക്റ്റഡ് ആയിരിക്കുമ്പോൾ അതൊരു പ്രശ്നമായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് പ്രിക്കോഷന് വേണ്ടി ഹ്യൂ ഹാമറിനോട് ഗാർഡ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ഈ എപ്പിസോഡിൽ മുന്നോട്ട് പോകുമ്പോൾ ഹ്യൂ ഹാമർ അത് തെറ്റിച്ചിട്ട് ഹ്യൂ ഹാമർ ടെമ്പിൾട്ടണിലേക്ക് ബാറ്റിലിന് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ഹ്യൂ ഹാമറിന്റെ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. റെനീറയ്ക്ക് ഇത് ആലോചിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഓൾറെഡി ഹ്യൂ ഹാമറിന്റെ വൈഫ് ടെമ്പിൾട്ടണിലുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ ഹ്യൂ ഹാമറിന്റെ മനസ്സമാധാനത്തിൽ ഇവിടെ കിങ്സ് ലാൻഡിങ്ങിൽ ഡ്രാഗൺ പിറ്റിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. അതൊന്നും റെനീറ ആലോചിക്കുന്നില്ല. ടെമ്പിൾട്ടണിൽ സപ്പോർട്ടിന് വേണ്ടി വുൾഫൈറ്റിനെ കൊണ്ടുപോകുന്നതിന് പകരം ഹ്യൂ ഹാമറിനെ കൊണ്ടുവരുന്നെങ്കിൽ ഈ എപ്പിസോഡിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കഴിയേണ്ടതാണ്. പക്ഷെ എന്തായാലും ഇവിടെ അങ്ങനെ റോങ് ഡിസിഷൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതിന്റെ അടുത്ത സീനിലായിട്ട് ഡേമണ്ട് റൂമിൽ പുറത്തേക്ക് വരുന്ന റെനീറയെ ബെയിലെ പോയി മീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ബെയിലേക്ക് അറിയേണ്ടത് ടെമ്പിൾട്ടണിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പായിട്ട് കോർലിസ് വെലാരിയൻ അവിടെ നിന്ന് രക്ഷിക്കാൻ വല്ല പ്ലാൻസും ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. റെനീറ അതിന് മറുപടിയിൽ പറയുന്നത് ഡേമൺ ടെമ്പിൾട്ടൺ പിടിച്ചടക്കുമ്പോൾ ഡേമൺ കോർലിസ് വെലാരിയൻ അവിടെ രക്ഷിച്ചോളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ബെയിലെ പറയുന്നത് ആ സമയമാകുമ്പോഴത്തേനും കോർലിസ് വെലാരിയൻ മരിച്ചിട്ടുണ്ടാവും. ആൻഡ് കോർലിസ് വെലാരിയൻ നിങ്ങളുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആലൈ അല്ലേ, നിങ്ങളുടെ ഹാൻഡ് അല്ലേ, ഇങ്ങനെയാണ് കോർലിസിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ബെയിലെ ചോദിക്കുന്നത്. ആൻഡ് ഈ സീനിൽ ബെയിലെയും റെനീറയും തമ്മിൽ ചെറുതായിട്ടൊരു കശവശ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബെയിലൊക്കെ ഓൾറെഡി റെനീറയായിട്ട് ഇഷ്യൂ ഇന്റേണലി പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബാറ്റിൽ ഓഫ് കളറിന് ശേഷം ജസേരിയസിന്റെ ഡെത്തിന് കാരണം ബെയിലെ ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് റെനീറ ബെയിലേനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഫ്രസ്ട്രേഷൻ ബെയിലയുടെ അകത്ത് ഉണ്ടെന്ന് നമുക്ക് ഈ സീനിൽ വളരെ വ്യക്തമാണ്. ആൻഡ് ഈ സീനിൽ തന്നെ ബെയിലെ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ള ആളുകളെ കൂടെ നിർത്തുകയും ആവശ്യം കഴിഞ്ഞാൽ ആളുകളെ വിളിച്ചെറിയും ചെയ്യുന്ന ആളാണെന്നൊക്കെ റെനീറയോട് പറയുന്നുണ്ട്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ബാറ്റിൽ ഓഫ് കളറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിന്നെ കളയേണ്ടതാണെന്ന് റെനീറ പറയുമ്പോൾ ബെയിലെ മറുപടി പറയുന്നത് അതെന്റെ കയ്യിൽ ഡ്രാഗൺ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതൊരു കണക്ക് ശരിയാണ്. ആൻഡ് ഈ സീനിൽ ബെയിലേക്ക് റെനീറയുടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ റെനീറ ബെയിലയുടെ മുഖത്ത് കയറി പിടിക്കുന്നുണ്ട്. ആൻഡ് റെനീറ ബെയിലയോട് പറയുന്നത് ഇൻഷുറൻസ് നിങ്ങളുടെ ബ്ലഡിൽ മൊത്തമുള്ളതാണ്, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇൻഷുറൻസ് ആയ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അവിടെ റെനീറ പോകുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ സീനിന്റെ അകത്ത് റെനീറ ബെയിലയോടും ആഡം ഓഫ് ഹള്ളിനോടും കിങ്സ് ലാൻഡിംഗ് തന്നെ നിൽക്കാൻ പറയുന്നുണ്ട്. സോ ഹ്യൂ ഹാമറുടെ കൂടെ അവർ രണ്ടുപേരും കിങ്സ് ലാൻഡിങ്ങിനെയും ഡ്രാഗൺ പിറ്റിയും പ്രൊട്ടക്ട് ചെയ്യാനുണ്ടാവും എന്ന് നമുക്ക് ഈ സീനിൽ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അടുത്ത സീനിലേക്ക് വരുമ്പോൾ വെലാരിൻ ആർമിയിലെ ആളുകൾ കിങ്സ് ലാൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അവരും ടെമ്പിൾട്ടണിലേക്ക് കോർലിസ് വെലാരിനെ രക്ഷിക്കാൻ പോകാൻ പ്ലാൻ ഇട്ടാ വന്നിരിക്കുന്നത്. പക്ഷേ വെലാരിൻ മെന്റിനെയും കിങ്സ് ലാൻഡിങ്ങും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർത്താനാണ് റെനീറ ഓർഡർ ഇട്ടേക്കുന്നത്. ആൻഡ് ഈ കാര്യം അലൻ ഓഫ് ഹള്ള് അവരോട് പറയുന്നുണ്ട്. ആൻഡ് അതിന് ബെയിലെ നേരത്തെ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അവരും പറയുന്നത്. സോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാസ്റ്റർ രക്ഷിക്കണ്ടേ, അല്ലാതെ അവിടെ നിന്ന് എന്താ കാര്യം എന്നാണ് വെലാരിൻ മെൻ ചോദിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല അലൻ ഓഫ് ഹള്ളിനോട് അലൻ ഓഫ് ഹള്ള് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ അലൻ ഓഫ് ഹള്ള് പറയുന്നത് കോർലിസ് വെലാരിയന്റെ ഏറ്റവും മൂത്ത മകനാണ്, ഞാനാണ് അടുത്ത കോർലിസ് വെലാരിയന്റെ സക്സസറും ആൻഡ് അലൻ ഓഫ് ഹള്ളാണ് അടുത്ത മാസ്റ്റർ ഓഫ് ടൈഡും എന്നും പറയുന്നുണ്ട്. ഈ സീനിൽ നമുക്ക് മനസ്സിലാവും ലോർഡ് കോർലിസ് വെലാരിയൻ അലന്റെയും ആഡത്തിന്റെയും കാര്യം അദ്ദേഹത്തിന്റെ ആർമിയിലുള്ള മെന്നിനോട് പോലും പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഈ സീനിൽ മനസ്സിലാവും. ആൻഡ് അത് മാത്രമല്ല അലൻ ഓഫ് ഹള്ളിൻ റെനീറയുടെ ഡ്യൂട്ടി ചെയ്യുന്നത് ലാസ്റ്റ് എപ്പിസോഡുകളിലായിട്ട് ബെയിലെ പറഞ്ഞ പോലെ വളരെ ഡ്യൂട്ടിഫുൾ ആയിട്ടാണ്. ആൻഡ് അലൻ ഓഫ് ഹള്ളിന് എന്താണ് ഒറ്റ എപ്പിസോഡിൽ ഇത്രയും വലിയ ഷിഫ്റ്റ് പറ്റിയെന്ന് മനസ്സിലായിട്ടില്ല. ആൻഡ് ഈ എപ്പിസോഡിൽ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ വല്ലാത്ത ഡിസ്കണക്ട് ആയി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എഡിറ്റിംഗിൽ വന്ന ഇഷ്യൂ ആണോ എന്താണെന്ന് അറിയില്ല. കുറെ കാര്യങ്ങൾ ഒട്ടും കണക്ട് ആവാതെ ലാസ്റ്റ് എപ്പിസോഡിൽ നിന്ന് വല്ലാതെ മാറി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് ഇൻസിഡൻസ് അല്ല, മെയിൻലി ക്യാരക്ടർ ബിഹേവിയറും ക്യാരക്ടർ കണക്ഷൻസും. അതിന് വേറെ ഉദാഹരണമാണ് റെനീറ മിസാരിയനോട് ഒരുപാട് ഗോൾഡ് കൊടുത്തിട്ട് കിങ്സ് ലാൻഡിംഗ് വിട്ട് നാട് വിട്ടു പെൻഡോസിലേക്ക് പോക്കോളാൻ പറയുന്നുണ്ട്. അത് വല്ലാതെ ഓടായി തോന്നി. കാരണം ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡിന്റെ സെക്കൻഡ് പോർഷനകത്ത് റെനീറയും മിസാരിയും സംസാരിക്കുന്ന ആ സീനിന്റെ അകത്ത് റെനീറയും മിസാരിയും ഒരു ലവ് മേക്കിംഗ് പോലെ അവർ പോർട്രേ ചെയ്തിട്ടുണ്ട് ആ സീന്. അത് കഴിഞ്ഞ് ഈ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എന്താ ഉണ്ടായത് എന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഒബ്വിയസ്ലി എയ്ഗോൺ തിരിച്ചു വന്നു എന്ന് റെനീറ അറിഞ്ഞു. പക്ഷെ അത് മിസാരിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇത്ര ചേഞ്ചസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മിസാരിയെ അവിടുന്ന് പറഞ്ഞു വിടുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ മുമ്പത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഈ ഷോയുടെ തൊട്ടും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വളരെ വെറുപ്പിയൊരു ക്യാരക്ടറായി തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മിസാരിയ. ഞാൻ ഇതേ സമയത്ത് ടെമ്പിൾട്ടണില് ഓർമൺ ഹൈറ്റവർ ഒരു മെസ്സേജ് റീഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ മെസ്സേജ് മോസ്റ്റ് പ്രോബ്ലി കിങ്സ് ലാൻഡിംഗ് എന്ന് ഗ്രീൻ സപ്പോർട്ടേഴ്സ് അയച്ചതായിരിക്കാനാണ് ചാൻസ്. കാരണം ഇതേപോലെ ഒരു മെസ്സേജ് ഒരു പിജിയുടെ മേലെ മുമ്പത്തെ എപ്പിസോഡിൽ സിറ്റി വാച്ചിലെ ആളുകളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം റെഡ് കീപ്പിലെ ഗ്രീൻ സപ്പോർട്ടേഴ്സ് ഓർമണിനെ അയച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ പോസിബിളി ഇത് അങ്ങനെ മെസ്സേജ് തന്നെ ആവാനാണ് ചാൻസ്. ആൻഡ് ഈ സീനിൽ ഓർമൺ ഹൈറ്റവർ ഡെയറൻ ടാർഗേരിയനെ നൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെയറിനെ സർ ഡെയറൻ
ദ ഡെയറിംഗ് എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ബുക്കിലേക്ക് വരുമ്പോൾ ഡെയറിന് ഈ പേര് കിട്ടുന്നത് ബാറ്റിൽ ഓഫ് ഹണിബൈനിൽ ഗ്രീൻസ് ആർമി തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഡെയറിനും ടെസേരിയനും വന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. സോ അന്നേരം ഡെയറിന് കിട്ടുന്ന നെയിം ആയിട്ടാണ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് ഷോയിലേക്ക് വരുമ്പോൾ ബാറ്റിൽ ഓഫ് ഹണിബൈൻ എന്തായാലും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ടെമ്പിൾ ടണലില് മറ്റൊരു സ്ഥലത്ത് ഒരു ബാറാന്ന് തോന്നുന്നു, അവിടെ ഉൾഫൈറ്റ് വെള്ളടി പരിപാടിയിലാണ്. ആൻഡ് ഉൾഫൈറ്റ് മദ്യപിച്ചതിന്റെ ഹൈയിലാന്ന് തോന്നുന്നു. റെനീറ ക്യൂൻ ഓഫ് ബാസ്റ്റേഴ്സ് എന്നും ക്യൂൻ ഓഫ് ബാസ്റ്റേഴ്സിന്റെ ആർമി ടെമ്പിൾ ടണിന്റെ പുറത്ത് അണിനിരന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ആ ആർമിനെ ലീഡ് ചെയ്യുന്നത് റെനീറയുടെ അങ്കിള് അല്ല, ലവർ അല്ല, ഭർത്താവായ ഡേമൺ ടാർഗേറിയൻ ആണെന്നൊക്കെ പറഞ്ഞ് ഡേമണെ മോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആൻഡ് മുന്നത്തെ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടതാണ് ഡേമൺ ഉൾഫിനെ ആളുകളുടെ ഇടയിലേക്ക് ചവിട്ടി കൂട്ടുന്നുണ്ട്. ആൻഡ് അതിന്റെ ദേഷ്യം ഉൾഫിന് ഇപ്പോഴും ഉണ്ട്. സോ ഡേമണെ കൊല്ലാനാണ് ഉൾഫിന്റെ പരിപാടി. ആൻഡ് ഉൾഫ് പറയുന്നത് ഡേമൺ എന്തായാലും ഡ്രാഗന്റെ പുറത്തായിരിക്കില്ല, ഡേമൺ ഓൺ ഗ്രൗണ്ട് തന്നെ ആയിരിക്കും റെനീറ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഉൾഫ് ഡേമണെ കൊല്ലും എന്നാണ് ഉൾഫ് പറയുന്നത്. ആൻഡ് ഈ സീനിൽ തന്നെ ഉൾഫിനെ സ്വയം പ്രസന്റ് ചെയ്യുന്നത് ലോർഡ് ഉൾഫ് ദ വൈറ്റ് എന്നാണ്. നമ്മൾ മുന്നത്തെ എപ്പിസോഡുകളായിട്ട് ഓർമണ്ട് ആയിട്ട് അവർ ഉൾഫിന് ഡ്രിഫ്റ്റ് മാർക്ക് കൊടുക്കാന്നും ലോർഡ് ഓഫ് ദ റൈറ്റ്സ് ആക്കാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ റെഫറൻസ് ആണ്. അല്ലെങ്കിൽ ഉൾഫിനെ റെനീറ നൈറ്റിംഗ് ചെയ്തിട്ട് സർ ഉൾഫ് ദ വൈറ്റ് എന്നാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് മാറി ഇപ്പം ലോർഡ് ഉൾഫ് ദ വൈറ്റ് എന്നൊക്കെ ഉൾഫ് പറയുന്നുണ്ട്. അതെന്താവുന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇനി തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് തന്നെ വരുമ്പോൾ റെനീറ ക്രൗഡും നോക്കി നിൽക്കുന്നുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് വിസേരിയസിന്റെ ഓൾഡ് വളരെ ഡിസൈനിലുള്ള ലോഗോസ് കാണാം. ആൻഡ് ഈ നേരം റെനീറയോട് ഒരു സർവന്റ് വന്ന് ഹെലീന ഒന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. റെനീറ അതിന് മറുപടിയായിട്ട് റെനീറ പറയുന്നത് റെനീറ ഹൈസെപ്റ്ററിനെ പോയി കാണാൻ പോവാണ്. റെനീറയുടെ കോർണേഷൻ ഇന്ന് തന്നെ നടത്തണം. സോ റെനീറ ഫുൾ കോൺഫിഡൻസിലാണ്, കാരണം അവരുടെ കയ്യിൽ 3 ഡ്രാഗൺ ഉണ്ട്. ഓർമണ്ട് ഹൈറ്റപ്പറും ഗ്രീൻസ് ആർമി എന്ന് തന്നെ തീരും എന്നൊക്കെ റെനീറ ഓൾറെഡി ഹൈ കോൺഫിഡൻസിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൂടാതെ അടുത്ത സീനിലേക്ക് വരുമ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ മിസേരിയുടെ അടുത്തേക്ക് കുറെ ഗാർഡ്സ് വരുന്നുണ്ട്. അവര് മിസേരിയക്ക് സ്വർണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് മിസേരിയോട് കിങ്സ് ലാൻഡിംഗ് വിട്ട് പെൻറ്റോസിലേക്ക് പോകാനാണ് പറയുന്നത്. ആൻഡ് ഇവിടെ എനിക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയി കേട്ടോണ്ടിരുന്ന പ്രശ്നം സ്വർണം ഇല്ല, ഗോൾഡ് ഇല്ല, വെൽത്ത് ഇല്ല എന്നൊക്കെയാണ്. ആൻഡ് ഇപ്പം മിസേരിയക്ക് ഇഷ്ടകാലം സുഭിക്ഷമായി ജീവിക്കാനും സർവൻസിനെ വെക്കാനും വരെയുള്ള ഗോൾഡ് കൊടുത്തു വിടുണ്ടെന്നാണ് ഈ സീനിൽ പറയുന്നത്. ആൻഡ് ഈ സീനിൽ തന്നെ റെനീറയുടെ സർവന്റ് മിസേരിയോട് പറയുന്നുണ്ട് ക്യൂൻ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ആൻഡ് ആ സർവന്റ് ത്രൂ ഔട്ട് ഈ സീരീസിൽ റെനീറയെ വല്ലാതെ കെയർ ചെയ്യുന്ന പോലെ കാണും. എന്താണ് അതിന്റെ കാരണം എന്നറിയില്ല. ആൻഡ് മിസേരിയ ഈ ന്യൂസ് കേൾക്കുമ്പോൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. പക്ഷെ മിസേരിയ എന്തിനാ ഷോക്ക് ആവുന്നത് മനസ്സിലാവുന്നില്ല. കാരണം സീസൺ 1 നോക്കുകയാണെങ്കിൽ മിസേരിയയുടെ മെയിൻ പ്ലാൻ പെൻറ്റോസിലേക്ക് പോയി അവിടെ സെറ്റിൽ ആവാനായിരുന്നു. ആൻഡ് അന്ന് ഡേമൺ പറഞ്ഞിട്ടാണ് മിസേരിയ ഡ്രാഗൺ സ്റ്റോണിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ മിസേരിക്ക് ഒരുപാട് ഗോൾഡും കിട്ടി. പിന്നെ എന്തിനാണ് മിസേരി ഇവിടെ കടിച്ചു തൂങ്ങാൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. മേ ബി മുന്നത്തെ എപ്പിസോഡിൽ സിൽവി പറഞ്ഞ പോലെ മിസേരിയ ഈ ടാർഗേറിയൻസിന്റെ ഇടയിൽ വലിയൊരാളാണെന്ന് വിചാരിച്ച് കാണും, അതായിരിക്കും. അത് കൂടാതെ തന്നെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ പെട്ടെന്ന് റെനീറയും മിസേരിയും തമ്മിൽ എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ റെനീറയ്ക്ക് മനസ്സിലായതാണ് മിസേരിയ റെനീറയുടെ ചെവിയിൽ തേൻ ഒഴിച്ചു കൊടുത്ത് റെനീറയെ വഴിതെറ്റിക്കുകയാണെന്ന് റെനീറയ്ക്ക് മനസ്സിലായതാണ്. പക്ഷെ അതിനുശേഷവും റെനീറയും മിസേരിയും തമ്മിൽ ലവ് മേക്കിംഗ് സീൻ ഉണ്ടായിരുന്നു. ആൻഡ് ഈ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ആകെ എല്ലാം ഉൾട്ടയായിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. കുറച്ച് ഡിസ്കണക്ട് ആയ പോലെ തോന്നിയ ആ സീൻസ് എല്ലാം. ആൻഡ് അടുത്ത സീനിലായിട്ട് ഹെലീന പുറത്ത് ഇരിക്കുന്നതാണ് കാണുന്നത്. ഗാർഡ് വന്നിട്ട് ഹെലീനയോട് സമയമായി അകത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. ആൻഡ് ഹെലീനയെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഹെലീന ഒരു കുതിരയും കുതിരവണ്ടിയും കാണുന്നുണ്ട്. ആൻഡ് ആ സീൻ കറക്റ്റ് ഹെലീനയുടെ ഡ്രീമിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ വിഷ്വൽ തന്നെയാണ്. ആക്ച്വലി ആ കുതിരയും കുതിരവണ്ടിയും മിസേരിയനെ കിങ്സ് ലാൻഡിംഗ് നിന്ന് പെൻറ്റോസിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി പോർട്ടിലേക്ക് കൊണ്ടുവിടാനുള്ള കുതിരവണ്ടിയാണ്. ആൻഡ് ഹെലീന അകത്തേക്ക് കയറി പോകുന്ന വഴിക്ക് മിസാരിയ ഹെലീനയെ കാണുന്നുണ്ട്. ആൻഡ് മിസാരിയ നല്ല ഒന്നാന്തരം പണി റെനീറയ്ക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. മിസാരിയ ഹെലീനയോട് പറയുന്നത് ഏഗോൺ തിരിച്ചു വന്നിട്ടുണ്ട്. സോ നിന്റെ കുട്ടീനെയും ഒരിക്കലും റെനീറ പുറത്തു വിടില്ല, നിന്നെ ഒരിക്കലും ഇവിടുന്ന് ഫ്രീ ചെയ്യില്ല, നിന്റെ കുട്ടിയും നീയും റെനീറയ്ക്ക് എല്ലാ കാലത്തും ഹോസ്റ്റേജ് ആയിരിക്കും, റെനീറയെ ഒരിക്കലും വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞ് നല്ല ഒന്നാന്തരം ബോംബ് വെച്ചിട്ടാണ് മിസേരിയ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇനി നമ്മൾ ഹാർനലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് കണ്ടതാണ് ആലിസൺ ഡേമൺ ടാർഗേറിയന് അവിടെ ഉണ്ടായിരുന്ന പോയിസണസ് ബെറീസ് വൈനിൽ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എയ്മണ്ട് മരിച്ചിട്ടില്ല. എയ്മണ്ടിനെ ആലിസ് റിവേഴ്സ് രക്ഷിച്ചിട്ടുണ്ട്. എയ്മണ്ട് കോൺഷ്യസ്നസ് തിരിച്ചു കിട്ടിയ ഒരു നൈറ്റ് മെയർ കണ്ട് എഴുന്നേക്കുന്ന പോലെയാണ് കാണുന്നത്. ആൻഡ് ആലിസ് റിവേഴ്സ് അവിടെ എയ്മണ്ടിന്റെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് എയ്മണ്ട് ആകെ തകർന്ന ഒരവസ്ഥയിലാണ്. എയ്മണ്ട് ഹാരനിലേക്ക് വന്ന സീനും ഈ സീനും എടുത്തു നോക്കി കഴിഞ്ഞാൽ എയ്മണ്ടിന്റെ ക്യാരക്ടറിലുള്ള ചേഞ്ച് വളരെ വിസിബിൾ ആണ്. വളരെ ധൈര്യവാനും അഗ്രസീവ് ആയിരുന്ന എയ്മണ്ട് ഇപ്പം ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. ആൻഡ് എയ്മണ്ട് ഈ സീനിൽ പറയുന്നുണ്ട് എന്റെ അമ്മ വരെ എന്നെ കൊല്ലാൻ നോക്കി. എയ്മണ്ട് കേസ്ഡ് ആയ ഒരാളാണെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആലിസ് റിവേഴ്സും കേസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല ആലിസ് റിവേഴ്സിന്റെ ബാക്ക് സ്റ്റോറി പോലെ പറയുന്നുണ്ട്. പക്ഷെ ആ സീൻ
അത്ര ട്രാൻസ്പെറന്റ് അല്ല, മൊത്തമായിട്ട് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ഇതൊന്ന് ഒരു കാര്യം മനസ്സിലായത്, ആൽസിബസ് എയ്ഗോന്റെ കോൺകസ്റ്റിന്റെ കാലത്ത് മുതൽ ജീവിച്ചിരിപ്പുള്ള ഒരാളാണ്. ആൻഡ് എയ്ഗോൺ വാലേറിയൻ വെച്ചിട്ട് ആരൻഹെല്ല് മൊത്തം നശിപ്പിച്ച സമയത്ത് അവിടെ എല്ലാവരും മരിച്ചിട്ടില്ല, ഒരു ബോയ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആൻഡ് ആ ബോയുടെ മേൽ ഒരുപാട് പൊള്ളലേറ്റത് കൊണ്ട് ആ ബോയുടെ അമ്മ റെലത്തിലെ എല്ലാ മേസ്റ്റേഴ്സിനെയും വരുത്തിച്ചിട്ട് ചികിത്സിക്കാൻ നോക്കിയിട്ടും അത് ശരിയായിട്ടില്ല. ആൻഡ് അവര് ഓൾഡസ്റ്റ് ക്യൂറിലേക്ക് പോയി, അവര് കാട്ടിലുള്ള ലിവിങ് തിങ്സ് വെച്ചിട്ട് ബോയനെ ചികിത്സിച്ചു, എന്നിട്ടും അവൻ രക്ഷപ്പെട്ടില്ല, അവൻ മരിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ലിറ്ററലി അവരൊരു വിച്ചാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. കാരണം ഇത്രയും കാലം ജീവിച്ചിട്ടും അവർക്ക് ആ ഏജ് ഒന്നും അവരുടെ മേല് തോന്നുന്നില്ല. ആൻഡ് അവർ പറയുന്നത് അതിനുശേഷം ആരൻഹെല്ല് വന്ന ഓരോ ലോർഡ്സിനും ആളുകൾക്കും അവരെ സർവ് ചെയ്ത് നിന്നു എന്നൊക്കെ പറയുന്നു. അവര് ലിറ്ററലി എയ്മണ്ണെ പോലെ അല്ലെങ്കിൽ എയ്മണ്ണെക്കാളും കൂടുതൽ കേഴ്സ്ഡും ലോൺലി ആയ ഒരാളാണെന്ന് ആണ് അവർ പറഞ്ഞു വെക്കുന്നത്. ആൻഡ് എയ്മണ്ണിന് ഇത് വല്ലാതെ ഹിറ്റ് ആവുന്ന പോലെയാണ് ഈ സീനിൽ കാണിക്കുന്നത്. ആൻഡ് അടുത്ത സീനിലേക്ക് വരുമ്പോൾ ഹെലീനയാണ് കാണിക്കുന്നത്. റെനീറ ഹെലീനയുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഹെലീന ഭക്ഷണം കഴിപ്പിക്കാനുള്ള പരിപാടിയാണ്. റെനീറ സോപ്പിട്ട് ഹലോ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ മുന്നത്തെ സീനിലായിട്ട് നമ്മൾ കണ്ടതാണല്ലോ, മിസേരിയ തിരി കൊളുത്തി വിട്ട ബോംബ് അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹെലീന റെനീറയെ യു ആർ അഗ്ലി എന്നൊക്കെ പറയുന്നുണ്ട്. അഗ്ലി മീൻസ് ലിറ്ററലി അഗ്ലി എന്ന് പറഞ്ഞതാണെന്ന് തോന്നില്ല, സിംബോളിക്കായി അഗ്ലി എന്ന് പറഞ്ഞാന്ന് തോന്നുന്നുണ്ട്. കാരണം റെനീറയുടെ ഇപ്പോഴത്തെ ചെയ്തികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹെലീന ഉദ്ദേശിച്ചത്. ഇത് റെനീറയെ ഹിറ്റ് ആകുന്നുണ്ട്. റെനീറ അതുവരെ നല്ലപോലെ സോപ്പിട്ട് സംസാരിക്കുന്ന റെനീറയുടെ ഫേസിൽ എക്സ്പ്രഷൻസ് പെട്ടെന്ന് മാറുന്നുണ്ട്. ആൻഡ് റെനീറ അവിടുത്തെ ഗാർഡ്സിനെ ഉപയോഗിച്ചിട്ട് ഹെലീനനെ ഫോഴ്സ്ഫുള്ളി ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഹെലീന ഈ സീനിന്റെ അകത്ത് ഹെലീനയുടെ വയറ്റിലുള്ള കുട്ടി ആണാണെന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹെലീന കണ്ട സ്വപ്നത്തിലും നമ്മൾ കണ്ടതാണ്. ഹെലീനയുടെ കൂടെ 2 കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് ആൺകുട്ടി ഒന്ന് പെൺകുട്ടിയാണ്. ഹെലീനയുടെ മുമ്പുണ്ടായിരുന്ന ആൺകുട്ടീനെ ഓൾറെഡി ഡേമൺ പറഞ്ഞിട്ട് ആൾക്കാർ കൊന്നതാണ്. സോ ഡ്രീമിൽ കണ്ട കുട്ടി ഇപ്പൊ ഹെലീനയുടെ വയറ്റിലുള്ള കുട്ടി തന്നെ ആവാനാണ് ചാൻസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കൺഫേം ആയിട്ടുണ്ട്. ഹെലീന ഈ എപ്പിസോഡിന്റെ ലാസ്റ്റില് റെഡ് കീപ്പിന് ചാടി മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് അതിലേക്കൊക്കെ വഴി വെച്ചത് മിസേരിയ കൊളുത്തിവിട്ട ബോംബാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഹെലീന ഓൾറെഡി ഡിപ്രസ്ഡ് ആണ്. അത് ആലിസന്റ് റെനീറയോട് പറഞ്ഞിട്ടുണ്ട് ഹെലീനയെ അടച്ചിടരുതെന്നൊക്കെ. ആൻഡ് അത് മാത്രമല്ല ഹെലീന അവിടുന്ന് മരിക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് എയ്ഗോൺ തിരിച്ചു വന്നു എന്നുള്ള കാര്യം മിസേരിയ പറയുമ്പം ഹെലീനയ്ക്ക് ഒരു കാര്യം ഉറപ്പായി. മിസേരിയ പറഞ്ഞ പോലെ റെനീറ ഹെലീനനെ അവിടുന്ന് പുറത്തേക്ക് വിടില്ല, ഹെലീനയ്ക്ക് ഒരു കാലത്തും ഫ്രീഡം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഹെലീനയ്ക്ക് ഉറപ്പായി. അതുകൊണ്ടായിരിക്കും റെഡ് കീപ്പിന് ചാടി മരിച്ചതെന്ന് തോന്നുന്നു. സോ അതില് 1ാം പ്രതി മിസേരിയ തന്നെയാണ്. ഇനി നമ്മൾ തിരിച്ച് ടെമ്പിൾട്ടണിലേക്ക് വരുമ്പോൾ ടെമ്പിൾട്ടണിൽ ഇപ്പൊ ഗ്രീൻസ് ആർമിയിൽ തന്നെ 2 സെറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഡെയറിനും സെർഗീൻ ഹൈറ്റവറിനും അറിയാം ഓർമുണ്ട് ഇവരെല്ലാരും കൂടി കൊണ്ട് വലിയൊരു മരണക്കെണിയിലേക്കാണ് കൊണ്ടെടുത്തത് എന്നുള്ള കാര്യം. പക്ഷെ ഓർമുണ്ടേതായ പ്ലാൻസ് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡെയറൻ ഇത് ഗെയിൻ ആയിട്ട് അവരോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡെയറിനോട് പോലും പറയാതെ ഓർമുണ്ട് പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ആൻഡ് ഈ സീനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഡ്രാഗൺസിനെ വെച്ചിട്ട് ടെമ്പിൾട്ടൺ അറ്റാക്ക് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർമുണ്ട് ടെമ്പിൾട്ടണിലുള്ള കുട്ടികളെ മൊത്തം കൊണ്ട് ബോർഡറിന്റെ അടുത്ത് സോൾജേഴ്സിന്റെ കൂടെ നിർത്തുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് ഡെയറൻ ഗെയിൻ ആയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഡെയറൻ ടെസറിനെ എടുത്തിട്ട് യുദ്ധത്തിന് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഗെയിൻ ആയിട്ട് അവർ ഈ കൂട്ടത്തിൽ വളരെ ബുദ്ധിയുള്ളതും അതേപോലെ തന്നെ ഒരുപാട് യുദ്ധം കണ്ട് ശീലമുള്ള ഒരാളാണെന്ന് വ്യക്തമാണ്. പുള്ളി ചോദിക്കുന്നുണ്ട്, നീ പോയിട്ട് നീയും കൂടെ മരിച്ചു വീഴാനാണോ? സോ അതിന് നല്ലത് നമുക്ക് വേറെ പണി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സെർഗീൻ ഹൈറ്റവർ ഓർമണ്ട് പ്രിസണറായി വെച്ചിട്ടുള്ള കോർലിസ് വെലാരിനെയും കൊണ്ടിട്ട് ഡേമൺ ടാർഗറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സോ ഒരു പീസ് ട്രീറ്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആൻഡ് സെർഗീൻ ഹൈറ്റവർ പറയുന്നത് നമുക്ക് റെലം 2ആയി സ്പ്ലിറ്റ് ചെയ്യാം. സൗത്ത് ഓൾഡ് ടൗണിൽ ഇരുന്നിട്ട് ഡെയറൻ റൂൾ ചെയ്യട്ടെ, നോർത്ത് കിങ്സ് ലാൻഡിൽ ഇരുന്നിട്ട് റെനീറ റൂൾ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഡേമൺ അതിനൊന്നും അംഗീകരിക്കുന്നില്ല. ആൻഡ് ഈ സമയത്ത് കോർലിസ് വെലാരിയൻ പുള്ളി പറയുന്നത് ഡെയറിനെ കിങ് ആയിട്ടൊന്നും കാണണ്ട, പക്ഷെ ഡെയറിനൊരു സൗത്തിലെ വാർഡനാക്കി വെച്ചാൽ മതി. ആൻഡ് അത് മാത്രമല്ല, റെയ്നേനെയും ഡെയറിനെയും കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അലയൻസ് ആയി മാറാൻ പറ്റും. റെനീറ ഭരിക്കുകയാണെങ്കിൽ റെലത്തിലെ പല ഹൗസസും അത് അംഗീകരിക്കില്ല, കാരണം അവൾക്കൊരു സ്ത്രീ ഭരിക്കുന്നത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ കോളിസ് വെലാരിയൻ പറയുന്നുണ്ട്. സോ അതിന് മറുപടി ഡേമൺ പറയുന്നത് റെനീറ ഡ്രാഗൺസിനെ വെച്ചിട്ട് കോൺക്വസ്റ്റ് ചെയ്താണ്, സോ റെനീറനെ ഭരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് കോളിസ് വെലാരിയൻ ചോദിക്കുന്നുണ്ട്, ഈ യുദ്ധം കൊണ്ടൊരു ലാഭവും ഇല്ല, കുറെ ആളുകൾ മരിച്ചു വീഴുന്ന് പറയുമ്പം എക്സാക്ട്ലി ഡേമൺ അതാണ് വേണ്ടത്. ഡേമണ് ഈ ഹൈറ്റവറിനെ തന്നെ മൊത്തം തീർക്കണം. അതിന് ഡേമൺ മുമ്പത്തെ എപ്പിസോഡിൽ റെനീറയോട് പറഞ്ഞിട്ടുള്ള ദ ന്യൂ വലേരിയ എന്ന് പറഞ്ഞ ഡ്രീമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡേമന്റെ ആഗ്രഹം എയ്ഗോൺ കോൺക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ഈ 7 റെലും ടാർഗേറിയൻസിന്റെ ഭരണത്തിനടിയിലാക്കണം. അതുകൂടാതെ ബാക്കിയുള്ള
ഡോൺ പോലെ മാറി നിൽക്കുന്ന റെലൻസും എസോസും പിടിച്ചടക്കണം എന്നാണ് ഡേമന്റെ അൾട്ടിമേറ്റ് ആഗ്രഹം. അത് മുമ്പത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞു തന്നെ നമ്മൾ കണ്ടതാണ്. ആൻഡ് ഈ സീനിൽ സെർഗേനായിട്ട് പറഞ്ഞ ഒരു കുട്ടീനെ പോലെ ഡേമൺ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഡേമൺ എന്തായാലും പീസ് ട്രീറ്റിംഗ് അംഗീകാരം കൊടുക്കുന്നില്ല. ഡേമൺ എന്തായാലും അറ്റാക്ക് ചെയ്യാനുള്ള ഉടൻ തന്നെയാണ്. ഇതേ സമയത്ത് ആർൻഹെല്ലില് എയ്മണിനെ കാണാൻ വന്നിട്ടുണ്ട്. ആ എയ്ഗോണിനെ കാണുമ്പോൾ എയ്മണ്ട് ഓൾറെഡി തകർന്നിരിക്കുന്ന എയ്മണ്ട് ചെയ്ത കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് നീ എന്നെ കൊന്നോന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ആൻഡ് മുമ്പത്തെ എപ്പിസോഡുകളുടെ എക്സ്പ്ലനേഷനിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ആർൻഹെല്ലിലെ കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളെ തന്നെ കാണിച്ചിട്ട് നമ്മളൊരു ബെറ്റർ ഹ്യൂമൺ ആക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സെയിം കാര്യം തന്നെയാണ് ഡെയ്മൺ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഡെയ്മൺ ആർൻഹെല്ലിലേക്ക് വരുമ്പം റെനീറയെ റൂളർ ആക്കണം എന്നൊന്നും ഡെയ്മണ് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ആർൻഹെല്ലില് ഡെയ്മൺ ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെ ഡ്രീംസ് കൂടെ കണ്ടിട്ട്, അതുകൂടാതെ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയറിന്റെ പ്രോഫസിയും കണ്ടിട്ട് ആണ് റെനീറയെ പിന്തുണയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അതേപോലെ തന്നെ ഇവിടെ എയ്മണ്ട് ഇനി എയ്ഗോന്റെ കൂടെ നിൽക്കാം എന്നുള്ള രീതിയിലാണ് മാറിയിട്ടുള്ളത്. എയ്ഗോന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ടെമ്പിൾട്ടണിലേക്ക് പോയിട്ട് ഡേറനെയും അതേപോലെ തന്നെ ഡേറന്റെ ഡ്രാഗൺ, വെയ്ഗാർ, സൺഫയർ, ഈ 3 ഡ്രാഗണെയും അതേപോലെ ഹൈടവർമെൻ ആർമീനെയും കൂട്ടിയിട്ട് കിങ്സ് ലാൻഡിംഗ് തിരിച്ചു പിടിക്കാനുള്ള പ്ലാനാണ്. ഇനി തിരിച്ച് കിങ്സ് ലാൻഡിംഗിലേക്ക് തന്നെ വരുമ്പം റെനീറയുടെ കോർണേഷന് വേണ്ടിയിട്ട് ഹൈസെപ്റ്റനെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. റെനീറ ഒറ്റയ്ക്കെല്ലാം റെനീറ ഗാർഡ്സിനെയും അതുപോലെ തന്നെ ആൽന ഫള്ളിനെയും കൂടിയുണ്ട്. ആൽന ഫള്ളാണ് ഇപ്പൊ റെനീറയുടെ ക്യൂൻസ് ഗാർഡ് എന്ന് തോന്നുന്നു. ആൻഡ് ഹൈസെപ്റ്റൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട പോലെ തന്നെ സമ്മതിക്കുന്നില്ല. ആൻഡ് അത് മാത്രമല്ല ഇപ്പൊ ഈഗോൺ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. സോ ഹൈസെപ്റ്റൻ പറയുന്ന ഈഗോൺ ആണ് കിങ്. സോ ആ കിങ് ഇരിക്കുമ്പോൾ ഹൈസെപ്റ്റിന് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ആൻഡ് റെനീറ അൽനാഫളിനോട് ഹൈസെപ്റ്റിനെ കൊല്ലാൻ പറയുന്നുണ്ട്. ആൻഡ് അതിന് മുമ്പായിട്ട് ഹൈസെപ്റ്റൻ അൽനാഫളിനെ ഭീഷണി പെടുത്തുന്നുണ്ട്. ഞാൻ ദൈവത്തിന്റെ സ്വന്തം ആളാണ്, എന്നെ തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആൻഡ് അതിന് മറുപടിയായിട്ട് റെനീറ പറയുന്നത് അൽനാഫള് ഓൾഡ് വലേറിയയിലെ ബ്ലഡ് ആണ്. സോ അതുകൊണ്ട് ഓൾഡ് വലേറിയയിലെ ദൈവങ്ങള് ഇവിടെ ഹൈസെപ്റ്റന്റെ ദൈവങ്ങളെക്കാട്ടിയും വലുതാന്നുള്ള ടാർഗേറിയൻസിന്റെ കോമൺ തോട്ട് അൽനാഫളിനോട് പറഞ്ഞിട്ട് അൽനാഫളിന് കോൺഫിഡൻസ് കൊടുത്തിട്ട് അൽനാഫളിനെ കൊണ്ട് ഹൈസെപ്റ്റിനെ കൊല്ലിക്കുന്നതാണ് കാണുന്നത്. ആൻഡ് ഈ സീനിൽ നിന്ന് വ്യക്തമാണ് വലേറിയൻസും ടാർഗേറിയൻസിനെ പോലെ തന്നെ ഓൾഡ് വലേറിയെന്ന് വെസ്ട്രോസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണെന്നുള്ള കാര്യം. ആൻഡ് ഇവിടുന്ന് നേരെ റെനീറ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന സ്മോൾ ഫോക്സിനോടായിട്ട് ഡൂം ഓഫ് വലേറിയയുടെ കഥയും അതുപോലെ ഏഗോന്റെ ഡ്രീം ആയിട്ടുള്ള സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ ട്രോഫസിയും എല്ലാം കൂട്ടിച്ചേർത്തിട്ട് നെടുനീളം പ്രസംഗം കാച്ചുന്നുണ്ട്. ആൻഡ് റെനീറ പറയുന്നത് റെനീറയാണ് ദ ചൂസൺ റൂളർ എന്നും ടാർഗേറിയൻസ് ഡൂം ഓഫ് വലേറിയ എന്ന് രക്ഷപ്പെട്ടു വരാൻ കാരണം ടാർഗേറിയൻസ് ഗോഡ്സിന്റെ ചൂസൺ ആളുകളാണെന്നും അതുകൂടാതെ നോർത്തിലുള്ള ഒരു ഡാർക്ക് ഫോഴ്സിനെ തോൽപ്പിക്കാൻ ടാർഗേറിയൻസിന് ഡ്രാഗൺ തന്നെ വേണമെന്നും ഹൈടവർമെന്റിന് ഒരിക്കലും ദ ലോങ് വിന്റർ വരുമ്പം ആളുകളെ രക്ഷിക്കാൻ പറ്റില്ലെന്നുമാണ് റെനീറ പറയുന്നത്. ആൻഡ് ഇത് കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സർ ടോറൻ മാൻലി ഗ്രാൻഡ് മേസ്റ്ററെ നോക്കുന്നുണ്ട്. പുള്ളി ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഷോക്കായിട്ടാണോ അതോ ഒന്നും മനസ്സിലാവായിട്ടാണോ എന്നറിയില്ല. നോക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് റെനീറ പിന്നെ ഹൈ വാലേറിയയില് ആളുകളോട് പ്രസംഗിക്കുന്നുണ്ട്. ആൻഡ് ഈ കാര്യം അവിടെ എത്ര ആളുകൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഹൈ വാലേറിയ ഈ ടാർഗേറിയൻസ് മാത്രം പഠിക്കുന്ന ലാംഗ്വേജ് ആണ്. മേ ബി ഗ്രാൻഡ് മേസ്റ്റർക്ക് അറിയാൻ മതിയാവും. ആൻഡ് റെനീറയുടെ മകനായിട്ടുള്ള ജോഫ്രി അവിടെ നിൽക്കുന്നുണ്ട്, ജോഫ്രിക്ക് അറിയാൻ മതിയാവും. ആൻഡ് ഈ സീനിൽ നോട്ട് ചെയ്തൊരു കാര്യം, റെനീറ ഇത്രയും വലിയ പ്രസംഗം പ്രസംഗിച്ചിട്ടും അവിടുത്തെ ആളുകൾ ചിയർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. സോ ആളുകൾ പേടിച്ചിട്ടാണോ അതോ ഓൾറെഡി കിങ്സ് ലാൻഡിങ്ങിൽ സ്മോൾ ഫോക്സിനിടയിൽ പട്ടിണി പരിപാട്ടുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല. അതിന് ആളുകൾ പേടിക്കാനുള്ള കാരണമുണ്ട്. കാരണം ഹൈസെപ്റ്റനെ ഇപ്പം റെനീറയുടെ ഗാർഡ്സ് ഒന്ന് കൊന്നാണ്. ആൻഡ് അവിടുത്തെ ആളുകളെ ബിലീഫ് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഹൈസെപ്റ്റൻ ദൈവത്തിന് വളരെ അടുത്ത ആളാണ്. സോ പുള്ളിനെ കൊന്നാല് ആളെ എന്തായാലും അവിടുത്തെ ജനങ്ങള് പേടിയോടെ നോക്കുള്ളൂ. ഇനി അതല്ല മുൻപ് പറഞ്ഞ പോലെ തന്നെ പട്ടിണി കൊണ്ടാണ് സ്മോൾ ഫോക്സിന് അവർക്ക് അവരുടെ മെയിൻ പ്രശ്നം അവരുടെ ബേസിക് നീഡായ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല ആളുകളൊന്നും ഷെയർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ്. കാരണം ഒരു റൂളർ വന്ന് സ്വയം പ്രഖ്യാപിക്കാൻ നോക്കുമ്പോൾ ആളുകൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ആ റൂളർ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഈ ടെമ്പിൾട്ടണിലേക്ക് തിരിച്ചു വരുമ്പോൾ ഡേമണും ഓസ്കാർ ടള്ളിയും അതുപോലെ തന്നെ റോഡിക് ഡസ്റ്റിനും ഇവിടെ പ്ലാൻസ് പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേമൺ പറയുന്നത് ഡേമൺ കറാക്സിനെ വെച്ചിട്ട് ടെമ്പിൾട്ടണിലുള്ള മെയിൻ ഡോർസ് നശിപ്പിക്കാം. അങ്ങനെ ആവുമ്പോൾ റിവർലൈൻമെൻസ് ആർമിക്ക് ടെമ്പിൾട്ടണിനുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറുകയും ചെയ്യാം. ആൻഡ് ഡേമൺ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെയുള്ള ആളുകളെ ഉപദ്രവിക്കരുത്, ഹൈടവർമെന്റിനെ മാത്രം ഉപദ്രവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ സമയത്താണ് റിവർലൈൻമെൻ ആർമിയുടെ ഒരു മെസ്സഞ്ചർ വന്നിട്ട് പറയുന്നത് ഓർമ്മയുണ്ട് ടെമ്പിൾട്ടണിന്റെ ഗേറ്റ്സിലും ബോർഡേഴ്സിലും മൊത്തം ടെമ്പിൾട്ടണിലുള്ള ചെറിയ പിള്ളേരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ ഡേമണ് ഡ്രാഗൺ വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഡ്രാഗൺ വെച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ കാഷ്വാലിറ്റി ആവും. സോ അതിന് പ്രതിവിധിയായിട്ട് ഡേമൺ നേരെ റോഡ് ഡസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും യുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന്. ആക്ച്വലി ഇത് മുമ്പത്തെ എപ്പിസോഡിലേക്കുള്ള റെഫറൻസ് ആണ്. കാരണം നമ്മൾ വിന്റർ വോൾഫ്സിനെ ഈ സീസണിൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ റോഡ്രിക് ഡസ്റ്റിൻ
പറയുന്നത് വി ആർ ഹിയർ ടു ഡൈ ഫോർ അവർ ക്യൂ എന്നാണ്. സോ ഡേമന്റെ ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം വിന്റർ വോൾസ് നേരെ ടെമ്പിൾട്ടൺ അറ്റാക്ക് ചെയ്ത് ഉള്ളിൽ കയറിയിട്ട് ഉള്ളിന്ന് ഗേറ്റ്സ് തുറന്നിട്ട് റിവർലാൻഡ് ആർമിക്ക് കയറാനുള്ള വഴി ഒരുക്കാനാണ്. ആക്ച്വലി ഇതൊരു സൂയിസൈഡ് മിഷൻ ആണ്. പക്ഷേ വിന്റർ വോൾസ് ആകെ ഭ്രാന്തന്മാരാണല്ലോ. അവന്മാരെ ക്രിസ്റ്റ്യൻ കോളിനെ പോലെ യുദ്ധത്തിൽ ഗ്ലോറിയസ് ഡെത്ത് കിട്ടാൻ വേണ്ടി നടക്കുന്നവന്മാരാണ്. സോ അവരത് അഗ്രി ചെയ്യുന്നുണ്ട്. ആൻഡ് വിന്റർ വോൾസ് ടെമ്പിൾട്ടണിലേക്ക് എൻഗേജ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഷീൽഡിലും ഡ്രമ്മിലൊക്കെ തട്ടിമുട്ടി ഒരു ബീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ആ ബീറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ലിറ്ററലി ടെമ്പിൾട്ടണിന്റെ ഉള്ളിലുള്ള ആളുകളുടെ ആ പേടി നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് റോഡ്രിക് ഡസ്റ്റിനും വിന്റർ വോൾസും കൂടെ നേരെ ടെമ്പിൾട്ടൺ കയറി അറ്റാക്ക് ചെയ്യാണ്. അവരിലൊരു മറ്റു ആളുകൾക്ക് ഉള്ളിലേക്ക് ബ്രീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ കാഷ്വാലിറ്റീസ് ആവുന്നുണ്ട്. ആൻഡ് ഇതിലൊരു ഫണ്ണി സീൻ എന്താണെന്ന് വെച്ചാൽ റോഡ്രിക് ഡസ്റ്റിനും അദ്ദേഹത്തിന്റെ കുറച്ച് മെന്നും കൂടെ ടെമ്പിൾട്ടണിന്റെ അകത്ത് കയറിയിട്ട് അവിടെയുള്ള ഹൈ ടവർ മെന്നെ കൊന്ന് അതിന്റെ പേര് പറയുന്നുണ്ട്. ഗേറ്റ് ഓപ്പൺ ആയി എന്നിട്ട് നമ്മൾ മരിച്ചില്ലായിരുന്നു. അപ്പൊ അവന്മാര് ഓൾറെഡി മരിക്കാൻ വേണ്ടി നടക്കുന്നവന്മാർ തന്നെയാണ്. ആൻഡ് പറയാൻ പറ്റൊരു കാര്യമുണ്ട്, ടെമ്പിൾട്ടണിന്റെ അകത്ത് ഈ നേരത്ത് ഉൾഫൈറ്റിനെ കാണാനില്ല. ഓർമണ്ട് ഹൈറ്റവർ ഉൾഫൈറ്റിനെ തെരഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. ഓർമണ്ട് ഹൈറ്റവറിന്റെ മെയിൻ പ്ലാന് ഉൾഫൈറ്റിനെ വെച്ചിട്ട് റിവർലാൻഡ് മെൻസിനെ അറ്റാക്ക് ചെയ്യാനാണ്. നേരത്തെ സീനിൽ ഡീമണെ കൊല്ലണം എന്ന് പറഞ്ഞ് വലിയ വീരവാദമൊക്കെ അടിച്ചു കിടന്ന ഉൾഫ് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളി ഇവിടെ ഒരു ബാത്റൂമിൽ ഇരുന്നിട്ട് ഓഫായി പോകുന്നുണ്ട്. ആൻഡ് പുള്ളീനെ ഓർമണ്ട് ഹൈറ്റവർ തെരഞ്ഞു പിടിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തിട്ടിട്ട് ഓർമണ്ട് ഹൈറ്റവറിന്റെ അന്നേരത്തെ ദേഷ്യത്തിന് ഉൾഫൈറ്റിനെ കണ്ട് പൊട്ടിക്കുന്നുണ്ട്. മുമ്പത്തെ എപ്പിസോഡുകളിൽ ഡെയ്മൺ ടാർഗറിൻ ചെയ്ത പോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഇട്ടിട്ടാണ് ഉൾഫൈറ്റിനെ ഓർമണ്ട അടിക്കുന്നത്. ഇതേ സമയത്ത് ഡെയ്മണും ഉൾഫൈറ്റിനെ തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗാർഡ് വന്നിട്ട് ഡെയ്മണോട് പറയുന്നുണ്ട് ഉൾഫൈറ്റിനെ അവിടെയും കാണാനില്ലെന്ന്. ആൻഡ് ഡെയ്മണിന്റെ പ്ലാൻ പ്രകാരം ഉൾഫൈറ്റും അതേപോലെ തന്നെ ഡെയ്മണും കൂടി സെന്ററിൽ കൂടെ ടെമ്പിൾട്ടൺ അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ. അത് ഡ്രാഗൺസിനെ വെച്ചിട്ട്. സോ അതിന് ഉൾഫൈറ്റിനെ തെരഞ്ഞിട്ട് ഉൾഫൈറ്റിനെ കാണുന്നില്ല. ആൻഡ് ഈ നേരത്താണ് വെർമിത്തോറിനെയും കൊണ്ടിട്ട് യു ഹാമർ അവിടേക്ക് എത്തുന്നത്. ആൻഡ് ഡെയ്മൺ ആകെ സർപ്രൈസ് ആവുന്നുണ്ട്. കാരണം യു ഹാമറിനോട് ഡ്രാഗൺ പിറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഡ്യൂട്ടി കൊടുത്തിട്ട് പോകുന്നതാണ് ഡെയ്മൺ. ആൻഡ് എന്തായാലും ഉൾഫൈറ്റിനെ കിട്ടുന്നില്ല. ഡെയ്മൺ കറാക്സിനെ വെച്ചിട്ട് അവിടുത്തെ മെയിൻ ഗേറ്റ് തകർക്കുന്നുണ്ട്. ആൻഡ് ഡെയ്മണും റിവർലാൻഡ്മാനും കൂടെ ടെമ്പിൾട്ടണിന്റെ അകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറുന്നുണ്ട്. ഒരു ഭാഗത്ത് കൂടെ ഓൾറെഡി വിന്റർ വോൾസ് കയറിയിട്ടുണ്ട്. പിന്നെ ആകെ അവിടെ കെയോസ് ആണ് ഉണ്ടാവുന്നത്. ഈ സമയത്ത് ഓർമണ്ട് ഹൈറ്റവറിന്റെ ഗാർഡായിട്ടുള്ള സർ ജോൺ റോസ്റ്റണും ഡെയ്മൺ ടാർഗറിനും 1-on-1 ഒരു ഷോർട്ട് ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ ഫൈറ്റിൽ ഡെയ്മണെ റോസ്റ്റൺ ഓവർ പവർ ചെയ്യുന്നതാണ് കാണുന്നത്. ഡെയ്മന്റെ ഒരു കണ്ണ് റോസ്റ്റൺ കുത്തിപ്പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആൻഡ് ഈ സമയത്താണ് ഉൾഫൈറ്റ് ഫീൽഡിലേക്ക് വരികയും റിവർലാൻഡ് ആർമീനെ മൊത്തം ചുട്ടുകരിക്കുകയും അതുപോലെ തന്നെ ഉൾഫൈറ്റ് ടെമ്പിൾട്ടണിനെ മൊത്തം ചുട്ടുകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതേ സമയത്ത് മറ്റൊരു സൈഡിൽ റോഡ്രിക് ഡസ്റ്റിനും ഓർമണ്ട് ഹൈറ്റവറും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ആൻഡ് ഈ യുദ്ധത്തിൽ റോഡ്രിക് ഡസ്റ്റിന്റെ കൈ ഓർമണ്ട് ഹൈറ്റവർ വെട്ടുന്നതും അതിനുള്ള ബ്ലഡ് ഓർമണ്ട് ഹൈറ്റവറിന്റെ മുഖത്തേക്ക് തെറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അറിയാം മുമ്പത്തെ എപ്പിസോഡുകളിലായിട്ട് ഓർമണ്ട് ഹൈറ്റവറിന്റെ വൃത്തിയും അതേപോലെ സ്മെൽ സെൻസിറ്റിവിറ്റി ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ഈ ബ്ലഡ് മുഖത്തായാല് ആകെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഓർമണ്ട് ഹൈറ്റവറിന്റെ ബാക്കിലേക്ക് റോഡ്രിക് ഡസ്റ്റിൻ ഒരു കത്തി കുത്തി കയറ്റുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് ഉൾഫൈറ്റ് സിൽവർ വിങ്ങിനെ കൊണ്ടുവന്നിട്ട് ഓർമണ്ട് ഹൈറ്റവറിനെയും റോഡ്രിക് ഡസ്റ്റിനെയും കത്തിച്ച് കളയുന്നതാണ് കാണുന്നത്. കാരണം തൊട്ട് മുന്നത്തെ സീനിൽ നമ്മൾ കണ്ടതാണ് ഉൾഫൈറ്റിനെ ഓർമണ്ട് ആളുകളുടെ ഇടയിലിട്ട് ചവിട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ പ്രതികാരമായിട്ട് ഉൾഫൈറ്റ് ചെയ്താണ്. ഡെയ്മന്റെ പ്ലാൻ പ്രകാരം ടെമ്പിൾട്ടണിലെ ആളുകളെ ഉപദ്രവിക്കാതെ ഹൈറ്റവർമാനെ മാത്രം കൊല്ലാനായിരുന്നു. ഉൾഫൈറ്റിന് ഭ്രാന്തായിട്ട് ഉൾഫൈറ്റ് അവിടെയുള്ള എല്ലാരെയും കത്തിക്കുന്നുണ്ട്. ആൻഡ് ഈ സീനിനെ ശരിക്കും ഗെയിം ഓഫ് ത്രോൺസിനകത്ത് ഡെനേറിയസ് കിങ്സ് ലാൻഡിങ് മൊത്തം ഡ്രാഗോണിനെ വെച്ചിട്ട് കത്തിക്കുന്ന ആ സീനിന്റെ റിമൈൻഡർ ആയിട്ട് നമുക്ക് തോന്നും. ആൻഡ് ഈ യുദ്ധത്തിന്റെ ഗ്ലോറി മാത്രമല്ല യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങള് യുഎസിനെ ഡെയ്മണിലൂടെ മനസ്സിലാക്കി തരുന്ന ഒരു സീൻ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ റോസ്റ്റണും ഡെയ്മണും തമ്മിലുള്ള ഫൈറ്റ് തീ പിടിച്ചൊരു മേൽക്കൂര വന്ന് വീണിട്ട് അവർ രണ്ടുപേരും രണ്ട് സൈഡിലേക്കായി പോകുന്നുണ്ട്. ആൻഡ് ആ ഫൈറ്റിൽ ആരും ജയിക്കുന്നതായി കാണിക്കുന്നില്ല. മിക്കവാറും അടുത്ത സീസണിൽ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കാണാം. കാരണം റോക്സ്റ്റൺ മരിച്ചായി കാണുന്നില്ല. ഓർമണ്ട് ഹൈറ്റവർ മരിച്ചു, പക്ഷെ റോക്സ്റ്റൺ മരിച്ചായി കാണുന്നില്ല. അതുപോലെ തന്നെ യുഹാമർ റിവർലാൻഡ് ആർമിന്റെ കൂടെ ടെമ്പിൾട്ടണിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. യുഹാമർ അദ്ദേഹത്തിന്റെ വൈഫിനെ തെരഞ്ഞു നടക്കുകയാണ്. ആൻഡ് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചതായിട്ടാണ് ഈ എപ്പിസോഡിൽ ലാസ്റ്റിലേക്ക് കാണിക്കുന്നത്. ആൻഡ് അതേ സമയത്ത് കറാക്സിസ് സിൽവർ വിങ്ങിനെ ഓടിക്കുന്നതായി കാണുന്നുണ്ട്. ഈവൻ കറാക്സിന്റെ പുറത്ത് ഡെയ്മൺ ഇല്ല, എന്നിട്ട് കൂടി കറാക്സിസ് സിൽവർ വിങ്ങിനെ ഓടിക്കുന്നുണ്ട്. കറാക്സ് വൺ ഓഫ് ദി ഇന്റലിജന്റ് ഡ്രാഗൺ തന്നെയാണ്. കറാക്സിസും ഡെയ്മണും തമ്മിലുള്ള ഒരു സിങ്ക് പറയാതെ വയ്യ. കറാക്സിസ് സിൽവർ വിങ്ങിനെ ഓടിക്കുമ്പോൾ കറാക്സിന്റെ പിന്നാലെ വെർമിത്തോർ പോകുന്നുണ്ട്. കാരണം വെർമിത്തോറും സിൽവർ വിങ്ങും കപ്പിളാണ്. അത് നമ്മൾ ബുക്കിൽ കണ്ടതാണ്, അതുപോലെ തന്നെ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. വെർമിത്തോറിന്റെ പുറത്തും റൈഡർ ഇല്ല, വ്യൂഹമ്മർ ഇരിക്കുന്ന ടെമ്പിൾട്ടന്റെ അകത്താണ്. ആൻഡ് ഈ കെയോസിന്റെ അകത്തുനിന്ന് പോളിസ് വെലാരിയും വന്നിട്ട് ഡെയ്മൺ ടാർഗറിനോട് പറയുന്നുണ്ട് ടെമ്പിൾട്ടൺ ആകെ കത്തി നശിച്ചു, അത് മാത്രമല്ല റിവർലാൻഡ് ആർമി റിട്രീവ് ചെയ്യാണ്,
ഉൾഫ് വൈറ്റ് ബിട്രേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡേമണെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. ആൻഡ് ഉൾഫ് വൈറ്റിന് ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. ഉൾഫ് വൈറ്റ് ജീവനോടുണ്ട്. അതുപോലെ തന്നെ ഹ്യൂ ഹാമർ ഡേമന്റെ കമാൻഡ് തെറ്റിച്ചിട്ട് ടെമ്പിൾട്ടണിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് കറാക്സസ് സിൽവർ കിങ്ങിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. സോ അടുത്ത സീസണിന്റെ തുടക്കത്തിൽ നമുക്ക് ഇതിനൊരു കൺക്ലൂഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും, സർ ജോൺ റോക്സ്റ്റൺ ജീവനോടുണ്ട്. ഡേമണും അതേ തമ്മിലുള്ള ബാറ്റില് അതിനൊരു ക്ലോഷർ നമുക്ക് അടുത്ത സീസണിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. സോ ഇത്രയാണ് ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടണിൽ നടന്ന കാര്യങ്ങൾ. ഇതേ സമയത്ത് കിങ്സ് ലാൻഡിംഗില് ഐസപ്നിങ് ഒന്ന് സ്മോൾ ഫോക്സിനോട് ഒരു പ്രസംഗം കാച്ചിട്ട് റെനീറ റെഡ് കീപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് റെനീറ വന്ന് കയറുമ്പോൾ ഒരു സർവന്റ് ഓഡിയോ എന്ന് പറയുന്നുണ്ട് ഹെലീന മരിച്ച കാര്യം. റെനീറ പോയി നോക്കുമ്പോൾ കാണുന്നത് ഹെലീന ഒരു ജനൽ വഴി ചാടിയതാണ്. ആൻഡ് ഹെലീന ത്രൂ ഈ സീസണിൽ ഒരു ഡ്രസ്സിൽ തുന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഹെലീനയുടെ ഡ്രീംസും കാര്യങ്ങളാണ് ഈ ഡ്രസ്സിൽ ഹെലീന സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഡ്രസ്സ് താഴത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്, കുറച്ച് മേലെ കിടക്കുന്നുണ്ട്. ആൻഡ് റെനീറ ആ വിൻഡോയുടെ അടുത്ത് വന്നിട്ട് ഹെലീന സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്ലോത്ത് എടുത്ത് നോക്കുമ്പോൾ റെനീറ അതിനകത്ത് കാണുന്നത് ഹെലീന വീഴുന്നതായിട്ട് ഹെലീന അതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ റെനീറ അയൺ ത്രോണിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് റെനീറ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് റെനീറ വിചാരിക്കുന്നത് റെനീറ ത്രോൺ ക്ലെയിം ചെയ്യുന്നതാണ് ഹെലീന അതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചതെന്നാണ്. പക്ഷെ ആ പിക്ചർ ക്ലോസ് ആയിട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും അയൺ ത്രോണിന് ചുറ്റും വലിയ തീയുണ്ട്. അവിടെ ഒരുപാട് ആളുകളുടെ കൈ കാണാം. ആൻഡ് ഡ്രാഗൺസിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നതായിട്ടും ഡ്രാഗൺസിന്റെ ഓരോ പാർട്സും കാണാം. ആൻഡ് അത് മാത്രമല്ല റെനീറയുടെ മേല് മൊത്തം ബ്ലഡ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു റെഡ് ലൈൻസ് കാണുന്നുണ്ട്. അത് ബ്ലഡ് ആയിട്ടാണ് തോന്നുന്നത്. മോസ്റ്റ് പ്രോബ്ലി ഇത് സ്മോൾ ഫോക്സ് റെഡ് കീപ്പ് സ്ട്രോങ് ചെയ്യുന്ന ആ ഒരു സിനാരിയോ ആയിരിക്കും. കാരണം ഈ സെയിം സിനാരിയോ ഹെലീന ലാസ്റ്റ് എപ്പിസോഡിൽ ഡ്രീം ആയിട്ട് കാണുന്നുണ്ട്. സോ അത് തന്നെ ആയിരിക്കും ഹെലീന സ്റ്റിച്ച് ചെയ്ത് വെച്ചതെന്ന് തോന്നുന്നു. ഞാൻ ലിറ്ററലി ഇത് റെനീറയുടെ ത്രോണിന്റെ ക്ലെയിം അല്ല, മറിച്ച് റെനീറയുടെ റൂളിന്റെ അവസാനമാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതെന്ന് റെനീറയ്ക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ ഇതിൽ വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. റെനീറ ഈ റൂമിലേക്ക് വന്നിട്ട് ഹെലീനെ നോക്കുമ്പോൾ ഹെലീന താഴത്ത് വീണ് കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആൻഡ് ഹെലീന താഴത്ത് വീണ് കിടക്കുന്നത് വിഷ്വല് കാണിക്കുന്നതിന് തൊട്ട് മുന്നേ ആലിസന്റ് തിരിച്ച് റെഡ് കീപ്പിലേക്ക് വരുന്ന വഴിക്ക് ഒരു ക്യാമ്പിൽ ഇരിക്കുന്നതായിട്ടും ആൻഡ് ആലിസന്റ് അവരുടെ ചെടിയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ആ ചെടിയിൽ നിന്ന് ഒരുപാട് ചിത്രശലഭങ്ങൾ പറന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് തൊട്ടടുത്ത സീനിൽ ഹെലീനയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിരിക്കും. ആ ചിത്രശലഭങ്ങളെ ഹെലീനയെ റെപ്രസെന്റ് ചെയ്യുന്നതും അവർ പറന്നു പോകുന്നത് അവർക്ക് ഫ്രീ ആയി, അതായത് ഹെലീന ഫ്രീ ആയി എന്നായിരിക്കും കാണിക്കുന്നത് എന്ന് തോന്നുന്നു. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് റെനീറ ഈ സീനിൽ തന്നെ ഒരു കുറ്റബോധവും ഇല്ലാതെ ഹെലീന ചാടി ആ ചാനൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആവാം. റെനീറയ്ക്ക് ചുറ്റുമുള്ള നോയ്സസിനെ മൊത്തം ക്ലോസ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഷോറണ്ണേഴ്സ് പ്രസന്റ് ചെയ്യാൻ വിചാരിച്ചതെന്ന് തോന്നുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായത്. ഞാനിതിൽ പറയാൻ വിട്ടുപോയ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ആൻഡ് വി ക്യാൻ ഹാവ് എ ഹെൽത്തി ഡിസ്കഷൻ ഇൻ ദ കമന്റ് സെക്ഷൻ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.